ചെറുതായി ഇവിടെ ഇനിയിപ്പോൾ നമുക്ക് വലിയ ഒച്ചയൊന്നും വേണ്ട. മേ ബി അടുത്തുള്ള ആളുകൾക്കൊന്നും ബുദ്ധിമുട്ടാകണ്ട. അതുകൊണ്ട് വോളിയം കുറച്ച് വലിയ പാട്ടൊന്നും ബഹളമില്ലാണ്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവേ, നന്ദി പറയുന്നു. ഞങ്ങളുടെ ഹൃദയത്തിൽ അങ്ങയുടെ ജ്ഞാനം തുറക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തിൽ അങ്ങയുടെ ജ്ഞാനം തുറക്കണമേ. ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിയുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ. ഓ പരിശുദ്ധാത്മാവേ, ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിയുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് സ്തുതിച്ചേ, എല്ലാവരും ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സ്തുതിച്ചുകൊണ്ട് സ്വതന്ത്രമായി സ്തുതിച്ച് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ജ്ഞാനസ്നാനത്തിലൂടെ ദൈവത്തിൻ്റെ ജ്ഞാനം നമ്മളിൽ തുറക്കണം. പ്രൈസ് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കൂടി കുറയ്ക്കൂ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഗ്രൂപ്പ്, അതായത് 3 പേരുടെ ഗ്രൂപ്പാകണം. നിങ്ങൾ മൂന്ന് പേരുടെ ഗ്രൂപ്പ്. ഈ 3 പേരുടെ ഗ്രൂപ്പായിട്ട് നിങ്ങൾ 2 പേർ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ 3 പ്രാവശ്യം പ്രാർത്ഥിക്കണം. മനസ്സിലായോ? ഈ പ്രാർത്ഥനയിൽ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ വർക്കൗട്ടാകാനുണ്ട്. ഒന്ന്, ആ സഹോദരിയോട് ചോദിക്കൂ, നിങ്ങൾക്ക് എന്തിനു വേണ്ടി, എന്താണ് നിങ്ങൾക്ക് ഞാൻ പ്രാർത്ഥിക്കേണ്ടത്, എന്തെല്ലാം ആഗ്രഹമുണ്ടോ അതിനെല്ലാം വെച്ച് പ്രാർത്ഥിച്ചോളൂ. കാര്യം നമ്മൾ പറഞ്ഞു, കർത്താവ് എല്ലാം നടത്തും. എന്നാലും നമ്മുടെ ഉള്ളിൽ ഒരു പ്രയാസമാണ്. നമ്മൾ പല ഇൻറ്റൻഷനുകളും ലിസ്റ്റൊക്കെ ആയിട്ടാണല്ലോ വന്നേക്കണത്. അതൊക്കെ അങ്ങ് അവസാനിപ്പിക്കും എന്ന് പ്രാർത്ഥിച്ച്. അല്ലെങ്കിൽ പിന്നെ അതും വെച്ചുകൊണ്ട് നമ്മളിരുന്ന ദൈവരാജ്യമൊന്നും പഠിക്കാൻ പറ്റില്ല. എന്തെങ്കിലും ആവട്ടെ, അതങ്ങ് പ്രാർത്ഥിക്കും. ഇത് ആ കൊച്ചു മീൻകറി ചോദിച്ച മാതിരി ഉദ്ദിഷ്ട കാര്യം സാധിച്ചും കിട്ടുകയും ചെയ്യും. നാളെ ഉപകാരസ്മരണ എവിടെയെങ്കിലും കൊടുക്കുക. 9 പ്രാവശ്യം നൊവേന ചെല്ലുമ്പോൾ കാര്യം സാധിക്കില്ലേ? ഇങ്ങനെയാണ് കാര്യം സാധിക്കണത്. പക്ഷേ ദൈവം നമുക്ക് വേണ്ടി വെച്ചേക്കണത് കിട്ടൂട്ടോ. ഇത് നമ്മുടെ ആ ബേർഡൻ പോകാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ആരാധന നേരത്തേക്ക് എനിക്ക് എന്തോ ഭയങ്കര ദുഃഖം എൻ്റെ അകത്ത് കയറി വരികയാണ്. ഇപ്പോഴും ഭയങ്കര ദുഃഖമാണ്. അപ്പോൾ അങ്ങനെ ദുഃഖത്തിൻ്റെ മേഖലകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇപ്പോൾ പറഞ്ഞ് നമ്മളങ്ങ് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ 3 പേരുടെ ഗ്രൂപ്പ് കൂടിയിട്ട് 2 പേർ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ഒന്ന് അവരുടെ പ്രത്യേകമായിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടോ പ്രാർത്ഥിക്കേണ്ടത് ചോദിക്കുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. ഈവൻ കുടുംബത്തിൻ്റെ കാര്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം. വ്യക്തിപരമായ കാര്യം പറയാവുന്നതൊക്കെ പറയാം. അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് 2 പേർ ആ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് ചോദിക്കണം, എന്തെങ്കിലും സന്ദേശമുണ്ടോ ഇവരോട് പറയാൻ, കേട്ടോ. അപ്പം നമ്മുടെ ആ വരദാനങ്ങളുടെ ഓപ്പറേഷനും ഇതിൻ്റെ ഇടയിൽ നടക്കണം. അതോടൊപ്പം അവർ ഒരു സിസ്റ്ററിൻ്റെ ആഗ്രഹങ്ങളൊക്കെ പറയുന്നതോടൊപ്പം ജ്ഞാനത്തിന് വേണ്ടിയും കൂടി പ്രാർത്ഥിക്കണം. അപ്പോൾ 3 കാര്യം. ഒന്ന്, ആ സിസ്റ്റർ എന്തിനൊക്കെ വേണ്ടി അവരുടെ നിയോഗം അവർ പറയുന്നു, അതോടൊപ്പം അവരിൽ ജ്ഞാനസ്നാനത്തിലൂടെ നൽകിയിരിക്കുന്ന ജ്ഞാനം അഭിഷേകമാകാൻ വേണ്ടിയും. മൂന്നാമത്, നമ്മൾ 2 സിസ്റ്റർമാരിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ 2 പേർക്കും ദർശനങ്ങളോ സന്ദേശങ്ങളോ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ അതിൽ ഒരു കൺഫർമേഷൻ കിട്ടും. ഉദാഹരണത്തിന്, ഒരു സിസ്റ്ററിന് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു മുൾപടർപ്പ് കാണുകയാണ്, അല്ലെങ്കിൽ കുറേ മുള്ളുകൾ ഇങ്ങനെ കാണുകയാണ്. ഒരു ഉദാഹരണം പറയുന്നുള്ളൂ കേട്ടോ, മുള്ള്. അപ്പം മറ്റേ സിസ്റ്ററിന് അയ്യോ, ആ മുള്ളിൻ്റെ മുകളിൽ ഒരു റോസാപ്പൂവുണ്ട്. ഒരു കൺഫർമേഷൻ വാരി തോന്നും. ഒന്ന് വരദാനങ്ങളുടെ പ്രോസസ്സിങ്ങിനുണ്ട് കൺഫർമേഷൻ. ചിലപ്പോൾ ഇങ്ങനെ സംഭവിക്കാറുണ്ട് പലപ്പോഴും. ഒരാൾക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പേടിക്കൊന്നും വേണ്ട, ഹൃദയം കാണിക്കുന്നു. ഹൃദയം വേറൊരാൾ, അടുത്ത സിസ്റ്ററിന് അയ്യോ അവിടെ ഒരു ദ്വാരം കാണുന്നുണ്ട് ആ ഹൃദയത്തിൽ. അപ്പോൾ മൂന്നാമതൊരാൾക്ക് കാണുന്നു, ഒരു വിരൽ വന്നിട്ട് ആ ദ്വാരത്തെ അടയ്ക്കുന്നത് കാണുന്നു.
പ്രൈസ് ദി ലോർഡ്. കണ്ടോ, ഇങ്ങനെയെല്ലാം നമ്മൾ കാണാറുണ്ട്. എന്ത് പറയുന്നു? നിനക്ക് കാണണോ വേണ്ടയോ? കാണണോ വേണ്ടയോ? നിങ്ങൾ ആശുപത്രിയിൽ എത്ര പേര് ഇവരെ ഈ ഹോസ്പിറ്റൽ ശുശ്രൂഷ നടത്തുന്ന സിസ്റ്റേഴ്സിൻ്റെ എത്ര പേരുണ്ട്? എത്ര പേരുണ്ട്? നേഴ്സുമാരോ അല്ലെങ്കിൽ ഡോക്ടർമാരോ? ഒന്ന് കൈ ഉച്ചത്തിൽ പൊക്കിയേ. വെരി ഗുഡ്. എത്ര പേര് ടീച്ചേഴ്സ് ഉണ്ട്? ടീച്ചേഴ്സ് ഓക്കെ. എത്ര പേര് ഫാമിലി അപ്പോസ്റ്റലേറ്റിലുള്ളവരുണ്ട്? ഫാമിലി ഓക്കെ. അപ്പോൾ ഈ നേഴ്സുമാർക്കെല്ലാം ഈ വരം വളരെ നല്ലതാണ്. ഇങ്ങനെ ചുമ്മാ പൾസ് പിടിക്കുന്ന നേരത്ത് ഒന്ന് പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവേ എന്താണ് ഈ പേഷ്യൻറ്റിൻ്റെ പ്രധാന കാരണം. അപ്പോൾ പൾസൊക്കെ എടുക്കണ നേരത്ത് തന്നെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്കൊരു ദർശനം കരിയണം. ഈ പേഷ്യൻ്റ് അവരുടെ സഹോദരിയോട് സംസാരിച്ചിട്ട് 40 വർഷമായി, അല്ലെങ്കിൽ സഹോദരനോട്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഷോക്ക് തോന്നുകയാണ്. നമുക്ക് പറയാനൊന്നും അപ്പോൾ തോന്നില്ല. ആദ്യം പ്രാർത്ഥിച്ച് നോക്കാം. പ്രാർത്ഥിച്ചിട്ട് സാവധാനം ഒന്ന് എന്തുണ്ട് വിശേഷം, വീട്ടിലാരൊക്കെ ഉണ്ട്, സഹോദരന്മാരൊക്കെ കണ്ട. ഈശോ ആ സമരിയാക്കാരിയുടെ അടുത്ത്, ഈ സമരിയാക്കാരിയുടെ കംപ്ലീറ്റ് ബയോഗ്രാഫി ഈശോനറിയാം. പക്ഷെ ചെന്നത് എന്താ? ഇച്ചിരി വെള്ളം തരാമോ, വെള്ളം തരാമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ചെന്നത്. അത് കഴിഞ്ഞ് തരാമെന്ന് പറഞ്ഞപ്പോൾ നിൻ്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വാ. ഈശോനറിയാം ഇപ്പോൾ അവൾക്ക് ഭർത്താവില്ലാന്ന്. എന്നിട്ടും പറഞ്ഞു കേട്ടോ, ഭർത്താവിനെ വിളിച്ചുകൊണ്ട്. അതാണ് പ്രൂഡൻറ്റ് വേ ഓഫ് ഡീലിങ് ദ തിങ്സ്. അവൾ പറഞ്ഞു എനിക്ക് ഭർത്താവില്ല. അത് നീ പറഞ്ഞത് ശരിയാണ്. നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. ഇപ്പോൾ 5 ആരുണ്ടായിരുന്നു? ഭർത്താക്കന്മാരുണ്ടായിരുന്നു. ലീഗലി ഭർത്താക്കന്മാരാണ്. അതുവരെ അവൾ മോശമൊന്നുമല്ല. 5 ആരുണ്ടായിരുന്നു? ഭർത്താക്കന്മാരുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഉള്ള ആള് ഭർത്താവല്ല. ഇത്രയും ഇൻഫർമേഷൻസ്, ഇതാണ് വേർഡ് ഓഫ് നോളജ്. ദർശനപരത്തിലൂടെ ഇതെല്ലാം നമുക്ക് ഒരാളെ അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതേമാതിരി ഒരാളുടെ കണ്ണിന് ഭയങ്കര അസുഖമൊക്കെ ആയിട്ട് എൻ്റെ അടുത്ത് വന്നതാണ്. അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പറയണം 40 വർഷമായിട്ട് ഇയാളുടെ സഹോദരനോട് ഇയാൾ സംസാരിക്കുന്നില്ല. എനിക്കങ്ങ് അത്ഭുതം തോന്നി, 40 വർഷമായിട്ട്. അപ്പോൾ ഞാൻ സാവധാനം പറഞ്ഞു വന്നപ്പോൾ പറയണം, അവൻ്റെ വീട്ടിൽ ഞാൻ കയറില്ല, അവനാണ് കുറ്റം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ന്യായവാദമൊക്കെ അടിക്കുകയാണ്. ഞാൻ പറഞ്ഞു, സ്നേഹിത ക്ഷമിക്ക്, നമുക്ക് ഒരേ ഒരു നിയമമുള്ളൂ. എന്താണ്? സ്നേഹിക്കുക. അപ്പം നമ്മൾ ഈ ഒരുപാട് രോഗങ്ങളുടെ കാരണം വെറുപ്പ്, വിദ്വേഷം, ശത്രുത, കലഹം, വാശി, വൈരാഗ്യങ്ങൾ, ഇതൊക്കെയാണ് കാരണങ്ങൾ. അപ്പം അതിനെ ഒന്ന് സഹായിച്ചു കൊടുക്കുകയാണെങ്കിൽ, നീ ക്ഷമിക്ക്, ഒന്ന് ക്ഷമിക്കാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അവർ ക്ഷമിക്കും. മാത്രമല്ല അവർ ചോദിക്കും, സിസ്റ്ററിന് എങ്ങനെ അറിയാം ഞാൻ ഇന്ന ആളോട് ഇത്ര ആളായിട്ട് സംസാരിച്ചിട്ട്? അതെ, ഈശോ എൻ്റെ ഉള്ളിൽ പറഞ്ഞതാ. കാരണം ഈശോ നിൻ്റെ ഉള്ളിലുണ്ട്. എൻ്റെ ഉള്ളില. ഞാൻ ക്രിസ്ത്യാനി അല്ലെങ്കിലും ഈശോ എല്ലാവരുടെയുമാണ്. അങ്ങനെയൊക്കെ നമ്മൾക്ക് അവരെ വരദാനങ്ങൾ എല്ലാവർക്കും ഉണ്ടെന്നാണ് എല്ലാവർക്കുമുണ്ട്, നിങ്ങളെല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അതിനെ നമ്മളിപ്പോൾ ഒന്ന് ഓപ്പറേഷൻ ചെയ്യാൻ കൂടി ചെയ്യുകയാണ് കേട്ടോ. മീൻസ് ഓപ്പറേറ്റിംഗ് ദ ക്യാരിസംസ്. അതിങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോഴേ ഇത് വളരുള്ളൂ. അപ്പോൾ 2 പേര് കൂടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്കിങ്ങനെ ക്ലാരിഫിക്കേഷൻസ് കിട്ടും. ഒരാൾക്ക് കിട്ടുന്നതിൻ്റെ ഒരു കോർഡിനേറ്റഡ് വേർഷൻ, അതിൻ്റെ ഒരു കൺഫർമേഷനായിട്ടായിരിക്കും അടുത്ത ആൾക്ക് കിട്ടുക. അങ്ങനെ അത് തമ്മിൽ മാച്ച് ആവണത് കാണാൻ പറ്റും. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന വരദാനങ്ങൾ ഞങ്ങളിൽ തുറക്കണമേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്ന ജ്ഞാനത്തിൻ്റെ, വിവേകത്തിൻ്റെ വചനങ്ങൾ, ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിയുന്നതിനുള്ള വരദാനങ്ങളെല്ലാം തുറക്കണേ പരിശുദ്ധാത്മാവേ. ആമേൻ. യെസ്, സ്റ്റാർട്ട്. A group of 3 persons. മൂന്ന് പേരുടെ ഗ്രൂപ്പ് ആകാം. കുറച്ചങ്ങ് മാറിയൊക്കെ ഇരിക്കാട്ടോ. വേണമെങ്കിൽ ടേക്ക് അപ്പ് യുവർ മാറ്റ് ആൻഡ് വാക്ക്. നിങ്ങളുടെ കട്ടിലും എടുത്തുകൊണ്ട് നടക്കാം. കസേര എടുത്തുകൊണ്ട് അങ്ങ് ദൂരെ പോയിരിക്കാം.
ആദ്യം നിങ്ങൾ 3 പേര് കൂടി കൈകോർത്ത് പിടിച്ച് ചെറുതായിട്ടൊന്ന് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഗ്രൂപ്പിലെല്ലാവരെയും അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവേ, പ്രാർത്ഥനാപരം തുറക്കണമേ. ദർശനപരങ്ങൾ തുറക്കണമേ. പ്രാർത്ഥനാപരങ്ങൾ തുറക്കണമേ. ദർശനപരങ്ങൾ തുറക്കണമേ. ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനിടയാകണമേ. ജ്ഞാനം ലഭിക്കണമേ. ജ്ഞാനം നൽകണമേ. യെസ്, സ്റ്റാർട്ട്. രണ്ടുപേർ കൂടി ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പെട്ടെന്ന് പ്രാർത്ഥിക്കാണ്ട് അവരുടെ എന്താ പ്രയാസങ്ങൾ എന്നൊന്ന് ചോദിച്ചോ. അവരുമായിട്ടൊന്ന് സ്നേഹത്തിൽ സംസാരിക്കുക. എന്താണ് സിസ്റ്ററിൻ്റെ പ്രയാസങ്ങൾ? ഇരിക്കാം, സിസ്റ്റർമാർ ഇരുന്ന് പ്രാർത്ഥിച്ചോളൂ. പ്രയാസങ്ങൾ ആദ്യം പങ്കുവയ്ക്കൂ. എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്?